ഇനി കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് തേങ്ങ വില ഇടിയുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുത്തനെ ഉയർന്നിരുന്നു. നിലവിൽ തേങ്ങാവില 35 മുതൽ 39 രൂപ വരെയാണ് വില. കഴിഞ്ഞ വർഷം 75 രൂപയ്ക്ക് മുകളിൽ വരെ തേങ്ങാവില എത്തിയിരുന്നു. കേരളത്തിൽ ഉൽപാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങ വരവ് വർദ്ധിച്ചതുമാണ് വില താഴാൻ കാരണം. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ഇടിഞ്ഞതും ലഭ്യത കൂടാനിടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉൽപാദനം തീർത്തും കുറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ അനുകൂല കാലാവസ്ഥ മൂലം ഉൽപാദനം ഉയർന്നു. ഇതും വില കുറയുന്നതിലേക്ക് നയിച്ചു. കുടുംബങ്ങളെ സംബന്ധിച്ച് തേങ്ങാവില താഴ്ന്നു നിൽക്കുന്നത് അനുഗ്രഹമാണ്. എന്നാൽ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഇതുമൂലം നേരിടേണ്ടി വരുന്നത്. മുമ്പ് കേരളമായിരുന്നു തേങ്ങ ഉൽപാദനത്തിൽ മുമ്പിലെങ്കിൽ ഇപ്പോൾ തമിഴ്നാടും കർണാടകയും ഈ സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കൊപ്ര വില ഇടിഞ്ഞതും കേരളത്തിൽ തേങ്ങാവില കുറയാൻ കാരണമായി. രാജ്യത്ത് തേങ്ങാ ഉൽപാദനത്തിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് കേരളം. 2017-18 സാമ്പത്തിക വർഷം 845.2 കോടി തേങ്ങയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനായത്. എന്നാൽ ഓരോ വർഷവും ഉൽപാദനം കുറയുന്നതിനാണ് പിന്നീടുള്ള വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത്. 2023-24 വർഷത്തെ ഉൽപാദനം 564.7 കോടിയിൽ ഒതുങ്ങുന്നു. കേവലം 5 വർഷം കൊണ്ട് 300 കോടിക്കടുത്താണ് ഉൽപാദനത്തിലുണ്ടായ കുറവ്. മറ്റു സംസ്ഥാനങ്ങൾ തേങ്ങ ഉൽപാദനത്തിൽ മുന്നോട്ടു പോകുമ്പോഴാണ് കേരളത്തിന്റെ പിന്നടപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ പരുത്തി ഇറക്കുമതി തീരുവ ഇളവ് പ്രാബല്യത്തിൽ. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെ പരുത്തി ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് ആശ്വാസമായിട്ടാണ് പരുത്തി ഇറക്കുമതിക്കുള്ള തീരുവ കേന്ദ്ര സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത്. ജൂൺ 1 മുതൽ ഒക്ടോബർ 31 വരെ 5 മാസത്തേക്കാണ് പരുത്തി ഇറക്കുമതിക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കിയിരിക്കുന്നത്. നിലവിൽ പരുത്തി ഇറക്കുമതിക്ക് ബാധകമായിരുന്ന 11% തീരുവയാണ് താൽക്കാലികമായി പിൻവലിച്ചത്. ആഭ്യന്തര വിപണിയിൽ പരുത്തിയുടെ ലഭ്യത വർദ്ധിപ്പിക്കാനും ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാനുമാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ഈ നടപടി നൂൽ, തുണി, വസ്ത്രനിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ആഗോള വിപണിയിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പരുത്തി ലഭ്യതയിലെ കുറവും ഉയർന്ന വിലയും നേരിടുന്ന സാഹചര്യത്തിലാണ് 5 മാസത്തെ തീരുവ ഇളവ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് പുതിയ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ രംഗം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖരീഫ് സീസൺ കൃഷികൾക്ക് മുന്നൊരുക്കം ശക്തമാക്കി സംസ്ഥാനങ്ങൾ. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മുന്നേറുന്നതിനിടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഖരീഫ് കൃഷിക്കുള്ള വിത്ത്, വളം, ജലസേചന സൗകര്യങ്ങൾ എന്നിവയുടെ ഒരുക്കങ്ങൾ വേഗത്തിലാക്കി. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനിടെ ഖരീഫ് സീസൺ കൃഷികൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനങ്ങൾ ശക്തമാക്കി. നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുവിളകൾ എന്നിവയുടെ കൃഷിക്കായി ആവശ്യമായ വിത്തുകളും വളങ്ങളും ലഭ്യമാക്കാൻ കാർഷിക വകുപ്പുകൾ നടപടി വേഗത്തിലാക്കിയിട്ടുണ്ട്. ജലസേചന സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് സമയബന്ധിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ജില്ലാതല നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. മികച്ച മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വർഷം ഖരീഫ് കൃഷി വിസ്തൃതി വർദ്ധിക്കുമെന്നാണ് കാർഷിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സംസ്ഥാന സർക്കാരുകളും കാർഷിക വകുപ്പുകളും കർഷകരുമായി ചേർന്ന് സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.